നവീൻ. ഇനി നവീനെ എന്നിൽ നിന്നും പിരിക്കാൻ ആർക്കും പറ്റില്ല. അതുകൊണ്ടാ ഇപ്പൊ ഞാൻ ഈ സ്വപ്നം കണ്ടതുപോലും. സിദ്ധന്റെ കർമ്മം പിഴക്കില്ല. എന്നെ ഒഴിച്ച് മറ്റെല്ലാം നവീൻ മറക്കും. എന്താ അത്? പാമ്പ്. നവീന്റെ ദേഹത്ത് പാമ്പ്. പാമ്പോ? അതെ, പാമ്പ് എവിടെയുണ്ട്. ഈ മുറിക്കകത്തോണ്ട് ഞാൻ ശരിക്കും കണ്ടതാ. ഒരുമാതിരി കള്ളക്കഥയായിട്ട് വരരുത്. അയ്യോ, നീ എന്തിനാ ഇങ്ങോട്ട് കയറി വന്നത്? ഞാൻ പാല് തരാൻ. ഞാൻ നിന്റെ അടുത്ത് പാല് ചോദിച്ചോ? നീ എന്താ ഈ നോക്കുന്നേ? പാമ്പ് അത് നവീന്റെ ദേഹത്തോടെ. ഭ്രാന്താണെങ്കിൽ കൊണ്ടേ ചികിത്സിക്കണം. വെറുതെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് തരികിടായിട്ട് എന്റെ മുന്നിലേക്ക് വന്നാലുണ്ടല്ലോ, കയ്യും കാലും ഞാൻ തല്ലി പിടിക്കും. പൊയ്ക്കോടുന്ന്. ഞാൻ ശരിക്കും കണ്ടതാ. ഇറങ്ങി പോവാനാ നിന്റെ അടുത്ത് പറഞ്ഞത്. നിന്റെ അടുത്തല്ലേ ഇറങ്ങി പോവാൻ പറഞ്ഞ? നാശം. എല്ലാരും കൂടെ ചേർന്ന് പറഞ്ഞു വിടുന്നു. ഹലോ, കൃഷ്ണയുടെ കൂട്ടുകാരി ഉണ്ണിമായല്ലേ? അതെ, നിങ്ങളാരാ? ഞാനിവിടെ എറണാകുളത്തുള്ളതാ. കൃഷ്ണ ഇവിടെ വന്നപ്പോ പരിചയപ്പെട്ടിരുന്നു. ആ, കൃഷ്ണയെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഫോണൊന്ന് കൃഷ്ണയ്ക്ക് കൊടുക്കുമോ? അയ്യോ, കൃഷ്ണ എറണാകുളത്ത് പോയിട്ട് ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. കുറച്ച് കഴിയുമ്പോ കൃഷ്ണ വിളിക്കും. ആര് വിളിച്ചു എന്ന് പറയണം? കുഴപ്പമില്ല, ഞാൻ പിന്നെ വിളിച്ചോളാം. ആരാ ഉണ്ണി വിളിച്ചേ? പേര് പറഞ്ഞില്ല. എറണാകുളത്ത് ചെന്നപ്പോ കൃഷ്ണ പരിചയപ്പെട്ട ഒരു സ്ത്രീയാന്നേ പറഞ്ഞുള്ളൂ. കൃഷ്ണ ഇവിടെ ഉണ്ടോന്ന് ചോദിച്ചു. ഈശ്വര, കുറെ നേരമായി അവളെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. അവിടെയുള്ളവരെ ഇവിടെ വിളിച്ച് തിരക്കുകയും ചെയ്യുന്നു. ഇതിപ്പോ എന്താ ഇത്?